നമസ്കാരം. പെരുമ്പാവൂർ MLA തൊട്ടുകളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. എൽദോസ് കുന്നപ്പള്ളി MLA പട്ടി കടിച്ചു. അതും കേരളത്തിൽ മാത്രം എന്താ ഈ പട്ടികടി എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന മനേകാ ഗാന്ധിയുടെ മൂക്കിന് കീഴെ അങ്ങ് ഡൽഹിയിൽ വച്ച് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ നല്ല ചോരയും നീരുമുള്ള യുവ കോൺഗ്രസ് MLAമാർ കൂടെ ഉണ്ടായിട്ടും എൽദോസിന് മാത്രം എന്തിന് തിരഞ്ഞു പിടിച്ചു കടിച്ചു എന്നറിയില്ല. ഇനി പെരുമ്പാവൂരിൽ നിന്നുള്ള ഏതെങ്കിലും പട്ടി കള്ളവണ്ടി കയറി ഡൽഹിയിലെത്തി എൽദോസിനെ കടിച്ചതാവുമോ? ഹേയ്, അതാവില്ല. കടിക്കണമെങ്കിൽ പെരുമ്പാവൂർ വെച്ചാവാമല്ലോ. പിന്നെങ്ങനെ ഇത് സംഭവിച്ചു? വിധി വൈപരീത്യം അല്ലാതെന്തു പറയാൻ. കേരള ഹൗസിൽ നിന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ വെളുപ്പിന്. എൻ്റെ പുറകെ IC ബാലകൃഷ്ണൻ MLAയും പിന്നെ VP സജീന്ദ്രൻ MLA ഉണ്ടായിരുന്നു. ഞാൻ സ്പീഡിൽ നടന്നു. ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് ഗേറ്റിലേക്ക് പുറത്തിറങ്ങി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞതാണ്. അപ്പോൾ ഒരു 4-5 പട്ടി അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം ഡൽഹിയിൽ പട്ടി കടിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ചർച്ചയെ പറയുന്നത് അത് തന്നെയാണല്ലോ. കേരളത്തിലെ പട്ടികളെ കടിക്കുള്ളൂ എന്നൊരു വിശ്വാസം ഞാൻ നല്ല സ്പീഡിന് കൈവീശി പോവായിരുന്നു. അതുമാത്രമല്ല, അന്ന് ഈ തണുപ്പ് കൊള്ളുകൊണ്ട് സെറ്ററൊക്കെ ഇട്ട് മൂടി പുതിച്ചിട്ടിരുന്നു, പാൻ്റായിരുന്നു. അപ്പോൾ മുന്നോട്ടങ്ങ് നീങ്ങുന്ന ഈ പട്ടി ചാടി വന്ന് കടിക്കിയത്. പാൻ്റ് വലിച്ചു കയറി പട്ടി. അപ്പം തന്നെയും അവിടെ കുറച്ച് ഇവിടുത്തെ ആളുകളുണ്ടായിരുന്നു, ഹിന്ദിക്കാരുണ്ടായിരുന്നു. അവർ ഓടി വന്നു, പെട്ടെന്ന് അതിനെ ഓടിച്ചു. പിന്നെ മറ്റ് ഫ്രണ്ട്സൊക്കെ കൂടെ വന്നിട്ട് രക്ഷപ്പെടുത്ത്. നമ്മൾ തന്നെയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പട്ടി നന്നായിട്ട് അറ്റാക്ക് ചെയ്യും. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന കാര്യം, നായ്ക്കൾ കൂട്ടം കൂടി വരുമ്പോൾ നമ്മളും കൂട്ടം കൂടി അല്ല എങ്കിൽ നമ്മളെ അവർ അറ്റാക്ക് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ ഒരു 25 മീറ്റർ 30 മീറ്റർ ബാക്കിലായിട്ട് മറ്റുള്ളവരുണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി സ്പീഡ്, തണുപ്പായതുകൊണ്ട് കുറച്ച് സ്പീഡിന് ഞാൻ നടന്നതാണ്. പെട്ടെന്നാണ് സംഭവിച്ചത്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇല്ല, ഞാൻ ആരെയും പ്രതിഷേധം അറിയിച്ചിട്ടില്ല. ഞാൻ പിന്നെ എല്ലാ ജീവികളെയും സ്നേഹിക്കുന്ന ഒരാളാണ്. എല്ലാം ഭൂമിയുടെ അവകാശികളാണ്, നായ്ക്കളാണെങ്കിൽ പോലും. അപ്പോൾ അവരിത്തരം ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും നമ്മൾ അതിനോട് എതിരാവേണ്ടതോ ഒന്നുമില്ല. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എനിക്ക് വേണമെങ്കിൽ അല്പം മാറി നടന്നിരുന്നെങ്കിൽ കടികൊള്ളാതിരിക്കാമായിരുന്നു. ഞാൻ അവരങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു പ്രതീതി എൻ്റെ മനസ്സിലുണ്ടായില്ല. പിന്നെ അടിക്കാൻ വരുന്നത് നോട്ടീസും മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മാറി നടന്നുണ്ട്. ഞാൻ നല്ല സ്പീഡായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആദ്യത്തെ കടിയാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴോ MLA ആയിരിക്കുമ്പോഴോ തെരുവ് നായകളെ ദ്രോഹിക്കുന്ന ഒന്നും എൽദോസ് ചെയ്തിട്ടില്ല. എന്നുമാത്രമല്ല, രഞ്ജിനി ഹരിദാസിനൊപ്പം നായസ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കിയിട്ടില്ല. ആനയെക്കൊണ്ട് ഉദ്ഘാടനം നടത്തിയും പശുക്കൾക്ക് സൗന്ദര്യ മത്സരം നടത്തിയും മൃഗസ്നേഹം ആവോളം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ടും വണ്ടി കയറി ഡൽഹിയിൽ പോയ എൽദോസിനെ പട്ടി കടിക്കുക എന്ന് വെച്ചാൽ, എൽദോസിനെ തൊട്ടുകളിച്ച ഡൽഹിയിലെ പട്ടികളും അവരുടെ അമ്മമാരും അറിയാൻ. പ്രതിഷേധ സൂചകമായി, പിന്തുണയുമായി എൽദോസിൻ്റെ മൃഗസ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തത് ഒരു ഗജകേസരിയാണ്. വട്ടേക്കാട്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ആന. ഞാൻ അധ്യക്ഷത വഹിച്ചപ്പോൾ ഒരു ആന ഉദ്ഘാടകനായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസമായി പലരും പറഞ്ഞത്. അവനവനൊന്നിരിക്കേണ്ടയിടത്ത് അവനവനിരുന്നില്ലെങ്കിൽ അവിടുടനെ നായിരിക്കും എന്നതാണ് സത്യം.
എൻ്റെ എപ്പോഴും വലിയ പ്രാർത്ഥന അടുത്ത ജന്മത്തിൽ മനുഷ്യനായി ജനിക്കണമെന്നല്ല. ഞാൻ എന്നും പ്രാർത്ഥന ദൈവമേ അടുത്ത ജന്മത്തിൽ ഒരു പശുവായിട്ട് ജനിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ചിന്താഗതി അങ്ങനെ എന്ത് സുഖമാണെന്നറിയാമോ? അവരാ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ അവർക്ക് സംസാരിക്കാം. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഒരിക്കലും മറക്കാൻ കൊടുക്കില്ല, ദേവതയാ ഒന്ന്. രണ്ടാമത്, നമുക്ക് വീടുണ്ടാക്കണ്ട, നമ്മുടെ യജമാനൻ വീടുണ്ടാക്കി തരും, ഒരപേക്ഷയും കൊടുക്കണ്ട. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. നമുക്ക് ഭക്ഷണം കൃത്യമായി ഇട്ട് തരും, പുല്ല് വെട്ടിക്കൊണ്ട് തരും, അതിനാളുണ്ട്. ഓക്കെ കാലിത്തീറ്റൊക്കെ കലക്കി കുഴച്ച് വെച്ച് തരും, കുടിച്ചാൽ മതി. നമുക്ക് ചാണകം അവിടെ ഇട്ടാൽ മതി, യജമാനം വന്ന് കോരിക്കോളും. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കിടക്കുക. ഇനി ആശുപത്രി പോകണോ? ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് വരില്ലേ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മൾ നോക്കിയ ഇഞ്ചക്ഷൻ, മരുന്ന്, എന്ത് പരിഗണനയാ പശുവിന് കിട്ടുന്നത്. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് പാല് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തോളാം, അത് കുഴപ്പമില്ല. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തി കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ കണ്ടാൽ കടിച്ച പട്ടിക്ക് പശ്ചാത്താപം ഉണ്ടാകുമെന്ന് ഉറപ്പ്. എന്തായാലും ഇതുകൊണ്ടൊന്നും തളരാതെ പ്രതിരോധ കുത്തിവയ്പ് എല്ലാം മുടങ്ങാതെ എടുത്ത് എൽദോസ് വീണ്ടും ഉഷാറാവണമെന്നാണ് വക്രദൃഷ്ടിയുടെ അഭ്യർത്ഥന. മഹാത്മാഗാന്ധിയുടെയും VM സുധീരൻ്റെയും അരുമശിഷ്യൻ TN പ്രതാപൻ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റു. മുൻഗാമികളുടെ സവിശേഷമായ നേതൃത്വം കാരണം ജില്ലയിലെ ഒന്നൊഴികെയുള്ള എല്ലാ സീറ്റുകളും LDFന് താരത്തിൽ വെച്ച് നൽകി പാർട്ടിയെ ഒരു വഴിക്കാക്കി. ലീഡറുടെ തട്ടകമായ തൃശ്ശൂരിൽ ഇപ്പോൾ ആകെയുള്ള പാർട്ടി പ്രവർത്തനം വടക്കാഞ്ചേരി MLAയുടെ നാട്ടിൽ മാത്രമാണ്. അപ്പോഴാണ് യുവ കേസരി പ്രതാപൻ്റെ DCC പ്രസിഡൻ്റായുള്ള അരങ്ങേറ്റം. വടക്കാഞ്ചേരി പീഡന വിഷയത്തിൽ നാക്കുളുക്കിയെങ്കിലും ക്ലീൻ ഇമേജുള്ള മുൻ സ്പീക്കർ K രാധാകൃഷ്ണൻ നയിക്കുന്ന ജില്ലയിലെ CPMനെയും CPIയെയും നേരിടാൻ ആദർശധീരനായ TN പ്രതാപൻ നയിക്കുന്ന കോൺഗ്രസിന് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു കീ 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 കീ. ഇതെന്തു മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു. എന്താ സുഖം. പുരുഷ എന്നെ അനുഗ്രഹിക്കണം.
ശ്രീ ടി.എൻ. പ്രതാപൻ XMLA AICC പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി ഇന്നേ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ചുമതല ഇതിനാൽ കൈമാറുന്നു. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയും. പറയുന്ന എല്ലാവരും ഏറ്റു പറയണം. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഞാൻ ചുമതല ഏറ്റെടുക്കുന്നു. എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജില്ലയിലെ പാർട്ടിയിൽ ഗ്രൂപ്പിസത്തിൻ്റെ പൂരക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് മാത്സര്യത്തിൻ്റെ കുടമാറ്റമാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും കണ്ടത്. DCC പ്രസിഡന്റായിരുന്ന O. അബ്ദുറഹ്മാൻ കുട്ടി മണലൂരിൽ മത്സരിക്കാൻ പോയപ്പോൾ ചുമതല കിട്ടിയ PA മാധവന്റെ വാക്കുകളിൽ തന്നെയുണ്ട് ഇക്കാര്യം. ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുന്നിൽ തേരാളിയായി പ്രതാപനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഹൃദയപൂർവ്വം തയ്യാറാകണം. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഒരു ചരടിൽ കോർത്ത മാല കണക്കായി കൂട്ടിയടക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ശ്രമിച്ചു എന്ന് ഞാൻ അവകാശപ്പെടും. I ഗ്രൂപ്പിലോ A ഗ്രൂപ്പിലോ പെടാത്ത സുധീരൻ അനുയായി എന്ന് പറയാവുന്ന പ്രതാപൻ്റെ പട്ടാഭിഷേകത്തിന് രാഷ്ട്രീയ ഗുരു VM സുധീരൻ തന്നെ എത്തിയത് വെറുതെയല്ല. സുധീരൻ്റെ തട്ടകം കൂടിയായ തൃശ്ശൂരിലെ പാർട്ടിയെ രക്ഷിക്കാൻ. അല്പം സമയമെടുത്താണെങ്കിലും തയ്യാറാക്കിയ ഈ പട്ടിക സാർവത്രികമായി പാർട്ടി പ്രവർത്തകരും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും പറയുന്നത് ശരിയാണ് ബഡി. ഇവൻ്റെ ഹഗ്ഗിൽ എന്തോ ഉണ്ട്. സ്നേഹത്തിൻ്റെ ഈ ഇറുക്കത്തിൽ എനിക്ക് തോന്നി ലോകത്തെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം ഇവൻ്റെ ഈ നെഞ്ചിലാണെന്ന്. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേള. സിനിമാ ബുജ്ജികളെ അപ്രസക്തരാക്കി ഡാൻസർ തമ്പി. Bakret